ഹലോ, അസ്സലാമു അലൈക്കും. ഇപ്പം എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കുറേ ദിവസമായില്ലേ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ടൗണിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓനെയും കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എനിക്ക് യൂണിഫോം ഇട്ട് കൊടുത്ത് അപ്പോൾ പെണ്ണിനെ മാറ്റിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇരിക്കാനൊക്കെ തുടങ്ങി, മുട്ടൂത്തി മെല്ലെ മെല്ലെ പോവും, അങ്ങനെയൊക്കെ തുടങ്ങി കേട്ടോ. മോള് ഈ വണ്ടി വരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ വണ്ടിയെല്ലാം കിട്ടി. അപ്പോൾ ടൗൺ ഇവിടെ അടുത്താണ്. അപ്പോൾ ടൗണിൽ പോയി അക്ഷയയിലൊന്ന് പോകണം, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ തിരുനെല്ലിയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. ആ വഴിയിലൂടെയാണ് യാത്ര. അങ്ങനെ അക്ഷയയിലൊക്കെ എത്തി. ഞാനും ഇവിടെ ഇരിക്കുന്നുണ്ട്, ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കും ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ടോ ടൗണൊക്കെ ഒന്ന് കണ്ടപ്പോൾ. അങ്ങനെ ഞങ്ങൾ പോയി തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചു വരുമ്പോൾ നമ്മുടെ കുറച്ച് ഇപ്പുറത്ത് തന്നെ ഒരു കുതിരേനെ കെട്ടിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മളെ നാട്ടിലെ കുതിര. ആകെ ചളി പിടിച്ച് കറയും ചളിയും ഒക്കെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി എടുത്ത ആൾ സുന്ദരനാവും. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ വീഡിയോ. അപ്പോൾ കുതിര പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാനൂനും അടുത്തുനിന്ന് കാണണം എന്ന് പറഞ്ഞ് അപ്പോൾ ഓനും നോക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തിരിച്ചു വരുമ്പോൾ നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ റോഡെല്ലാം തൊഴിലുറപ്പുകാർ നല്ല ചെത്തി വൃത്തിയാക്കിയിട്ടുണ്ട്, നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. റോഡൊക്കെ അടിപൊളിയാക്കിന്. അങ്ങനെ വീട്ടിലെത്തി. അയാനൂന് ടൊമാറ്റോ കെച്ചപ്പ് വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി അവൻ പറയുന്നത്. അപ്പോൾ തക്കാളി അരിഞ്ഞ് അതിലേക്ക് വെളുത്തുള്ളിയും കുരുമുളകും പിന്നെ ഗ്രാമ്പും പട്ടയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കത് നല്ലോണം ഒന്ന് വേവിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളിക്ക് വലിയ വേവൊന്നുമില്ലല്ലോ, വേഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്, അരിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇതാ തിളയൊക്കെ വന്ന് നല്ല കുറുകി വരുന്നുണ്ട്. ഈ കുറുകി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടിയും പഞ്ചസാരയും വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് ആവശ്യത്തിന് വേണ്ട പഞ്ചസാരയും കുറച്ച് വിനാഗിരിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ അതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഒരു തിക്ക് പരുവത്തിലാവുമ്പോൾ നമുക്കത് എടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങി കൊടുക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നമുക്ക് വീട്ടിലുണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതാ ടൊമാറ്റോ കെച്ചപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ദോശേൻ്റെ കൂടെയും ഉഴുന്നുവട അങ്ങനെയൊക്കെ കൂട്ടി കഴിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ടാറ്റാ.